ഒന്ന് പറഞ്ഞേ, 5 രീതി നമ്മൾ കാര്യങ്ങള് നമ്മുടെ ചുറ്റുപാട് മനസ്സിലാക്കുന്നത് ഏതൊക്കെ 5 രീതിയിലാണ്? എക്സ്പീരിയൻസ് 5 രീതിയിലാണ് നമുക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഒരെണ്ണം ഞാൻ പറയാം, ബാക്കി 4 പറയണം. ഒന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, രണ്ടെന്തായിരിക്കും? യെസ്. ഒന്നുകൂടെ പതുക്കെ പറ കേട്ടോ, ഒരു സ്ലോ ആയിട്ട്. ഒന്നാമത്തത് കണ്ണ്, ചെവി, ചെവി, ചർമ്മം, മൂക്ക്, പിന്നെ വാ. യെസ്. അപ്പം അങ്ങനെ ഈ 5 രീതിയിലും നമ്മൾ അനുഭവിച്ചറിയുന്ന ലോകത്തെ കുറിച്ചാണ് ഇവിടെ ഈ വാക്കൊന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അനുഭൂതി ലോകം. അപ്പം നമ്മുടെ അനുഭവങ്ങളുമായിട്ട്, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് അല്ലെ, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുമായിട്ട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ മാതൃഭാഷ. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ആദ്യത്തെ ഒരു ഭാഗത്തില് ഈ ഒരു ലേഖകൻ പറഞ്ഞു വെക്കുന്ന കാര്യം. നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോവാം. എന്തൊക്കെയെന്ന വായിക്കുമോ? പതുക്കെ വായിക്കണേ. ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം. ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്ന മാതൃഭാഷയിൽ തന്നെ ആയിരിക്കും. ഏതു കൃതിയുമായ ഇതര ഭാഷ തലയിൽ ഒരു ഈ വാക്കൊന്നും കൂടെ വായിക്കാമോ? ഇവിടെ മുതല് ഇതര ഭാഷ അന്തരീക്ഷത്തിലും ഒന്നുകൂടെ ഞാൻ വായിച്ചിട്ടാ. മണ്ണു വീണാൽ ഇത് കൃത്രിമമായ പറഞ്ഞ കൃത്രിമമായ ഇതര ഭാഷ. ഒന്നും കൂടെ വായിച്ചേ. കൃത്രിമമായ 3 കോളമായിട്ട് ആ പേജിൽ ഒരു ചെറിയൊരു ടേബിൾ പോലെ ഒന്ന് വരയ്ക്കാം. അതിൽ എഴുതേണ്ടത് പഴഞ്ചൊല്ലെന്ന് എഴുതണം, പരിചിത വസ്തുക്കൾ, അനുഭവങ്ങൾ എന്ന് എഴുതണം, മനസ്സിലുണ്ടാകുന്ന ആശയം എന്ന് എഴുതണം. ആ ഒരു ഹെഡിങ് ഇപ്പം എഴുതണം. 3 കോളമായിട്ടത് ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻ റൂളറോ അല്ലെ സ്കെയിലൊക്കെ ഇട്ടിട്ട് വരയ്ക്കണം. ഒന്ന് കാണിച്ചേ. ഓക്കെ, രണ്ടാമത്തെ കോളത്തിലേതും കൂടി എഴുത്. പരിചിത വസ്തുക്കൾ കേട്ടോ, അതാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, വേറെ നിവൃത്തിയില്ലാത്ത സമയങ്ങളിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, കാണത്തില്ലേ ഞാൻ എഴുതിയേക്കുന്നത്? കാണാം. എങ്കിൽ അത് ലാസ്റ്റ് കോളത്തിലേക്ക് എഴുതിക്കും. എഴുതി കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. എഴുതി കഴിയുമ്പോ